തുറന്ന് വായിച്ചോ. അവ ഭക്ഷ്യങ്ങൾ, പാനീയങ്ങൾ, വിവിധ സ്നാനങ്ങൾ എന്നിവയോട് കൂടെ ഗുണീകരണ കാലത്തോളം ചുമത്തിയിരുന്ന, ഗുണീകരണ കാലം വരെ ചുമത്തിയിരുന്ന ജഡീക നിയമങ്ങളാ. ഗുണീകരണ കാലം യേശുക്രിസ്തുവിലുള്ള ഗുണീകരണ കാലം വരെ ചുമത്തിയിരുന്ന ജഡീക നിയമങ്ങൾ എന്തൊക്കെയായിരുന്നു? രുചിക്കരുത്, പിടിക്കരുത്, ഡു നോട്ട് ഹാൻഡിൽ, ഡു നോട്ട് ടച്ച്. അവിടെ പറയുന്നുണ്ടല്ലോ, ഭക്ഷ്യങ്ങൾ, പാനീയങ്ങൾ, വിവിധ സ്നാനങ്ങൾ എന്നിവ. അതുവരെ ആയിരുന്നു. എന്ന് വരെ? യേശുവിലുള്ള ഗുണീകരണം സംഭവിക്കുന്നത് വരെ ആയിരുന്നു അവ. എന്നാൽ യേശുവിലുള്ള ഗുണീകരണം സംഭവിച്ച ശേഷം എന്ത് സംഭവിച്ചു പ്രിയരെ? ഹല്ലേലൂയ. 11-ാമത്തെ വാക്യം എല്ലാവരും ശ്രദ്ധിക്കണമേ. എബ്രായ ലേഖനം 9-ാം അധ്യായത്തിന്റെ 11-ാമത്തെ വാക്യം. ക്രിസ്തുവോ വരുവാനുള്ള നന്മകളുടെ പുരോഹിതനായി വന്നിട്ട് കൈപ്പണിയല്ലാത്തതായി, എന്ന് വെച്ചാൽ ഈ സൃഷ്ടിയിൽ ഉൾപ്പെടാത്തതായി വലിപ്പവും തികവുമേറിയ ഒരു കൂടാരത്തിൽ കൂടെ കയറി ആട്ടുകൊറ്റന്മാരുടെയും പശുക്കിടാക്കളുടെയും രക്തത്താൽ അല്ല, സ്വന്തം രക്തത്താൽ എന്നേക്കുമായുള്ള ഒരിക്കലായി വിശുദ്ധ മന്ദിരത്തിൽ പ്രവേശിച്ച് എന്നേക്കുമുള്ള ഒരു വീണ്ടെടുത്ത് സാധിക്കും എന്നല്ല, സാധിച്ചു. കരമടിച്ചോ, യേശുവിന് മഹത്വം കൊടുത്തു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആ വാക്യം കാണാതെ പഠിക്കാൻ പറ്റുമെങ്കിൽ നല്ലതാണ്. ഞാൻ അതിനെ നിർബന്ധിക്കുന്നു. 12-ാമത്തെ വാക്യം. ഒരു കൂടാരത്തിൽ കൂടി ആട്ടുകുട്ടന്മാരുടെയും പശുക്കിടാക്കളുടെ രക്തത്താൽ അല്ല, സ്വന്തം രക്തത്താൽ തന്നെ ഒരിക്കലായിട്ട്, കണ്ടോ, ഒരിക്കലായിട്ട് വിശുദ്ധ മന്ദിരത്തിലേക്ക് പ്രവേശിച്ച് എന്നേക്കുമുള്ള ഒരു വീണ്ടെടുപ്പ് സാധിപ്പിച്ചു. കണ്ടോ, മേളത്തെ വിഷയം നിങ്ങൾക്ക് മനസ്സിലാകുന്നല്ലോ സഹോദരങ്ങളെ. ആരാധനയ്ക്ക് പോകുന്നെങ്കിലും മനസാക്ഷിയിൽ ആരാധനക്കാരന് പാപക്ഷമയുടെ ബോധമില്ല. ആരാധന കഴിഞ്ഞ് ഇറങ്ങുമ്പോഴും പാപം ക്ഷമിച്ച് കിട്ടി എന്ന ഉറപ്പില്ലാതെ ഇറങ്ങുന്നേ. ഹല്ലേലൂയ. പിന്നെയും കേൾക്കുന്ന മെസ്സേജുകൾ പിടിക്കരുത്, രുചിക്കരുത്, നോക്കരുത്. കാരണം ന്യായപ്രമാണത്തിലെ കൽപ്പനകൾ അതായിരുന്നല്ലോ. കൊല ചെയ്യരുത്, വ്യഭിചാരം ചെയ്യരുത്, മോഹിക്കരുത്, നോക്കരുത്, എടുക്കരുത്. ഈ ഉപദേശങ്ങൾക്കകത്ത് പിന്നെയും പോവുകയായിരുന്നു. ഈ ഉപദേശത്തിനകത്ത് പിന്നെയും പോകും തോറും ഈ പിടിക്കരുത് എന്ന് നിയമം ഉണ്ടെങ്കിലും ഞാൻ പിടിച്ചു പോകുമായിരുന്നു. കാണരുത് എന്ന് നിയമം ഉണ്ടെങ്കിലും ഞാൻ കണ്ടുപോകുമായിരുന്നു. പറയരുത് എന്ന് നിയമം ഉണ്ടെങ്കിലും ഞാൻ പറഞ്ഞു പോകുമായിരുന്നു. ഇങ്ങനെ ഒരിക്കൽ പോലും എൻ്റെ മനസാക്ഷിയെ തൃപ്തിപ്പെടുത്തുന്ന ഒരു വീണ്ടെടുപ്പ് അന്ന് അവിടെ എനിക്ക് സംഭവിച്ചിരുന്നില്ല. അങ്ങനെ ഇരുന്നപ്പോൾ ക്രിസ്തുവോ ഒരിക്കലായി വന്ന് എന്നേക്കുമായുള്ള വീണ്ടെടുപ്പ് യേശു ക്രിസ്തുവിൽ സാധിച്ചു. ഒന്ന് പറഞ്ഞേ, ഒരിക്കലായി വന്ന് വൺസ് ഫോർ ഓൾ, ഒരിക്കലായി എന്നേക്കുമായുള്ള വീണ്ടെടുപ്പ്. എന്നോട് ചേർന്ന് കരം ഉയർത്തി പറയാമോ? ഒരിക്കലായി. ചേർന്ന് പറഞ്ഞാണ്, ഒരിക്കലായി. ആ വാക്ക് നിങ്ങളത് കേട്ടില്ലേ? ഒരു കൂടാരത്തിൽ കൂടെ കടന്ന് ആട്ടുകിട്ടന്മാരുടെ പലിശക്കിടാനുള്ള രക്തത്താലല്ല, സ്വന്തം രക്തത്താൽ തന്നെ ഒരിക്കലായിട്ട് വിശുദ്ധ മന്ദിരത്തിലേക്ക് പ്രവേശിച്ച് എന്നേക്കുമായുള്ള ഒരു വീണ്ടെടുപ്പ് സാധിപ്പിച്ചു. എന്നേക്കുമായുള്ള ഒരു വീണ്ടെടുപ്പ് സാധിപ്പിച്ചു. പറഞ്ഞ്, എന്നേക്കുമായി നിങ്ങളെ വീണ്ടെടുത്തു. ഹല്ലേലൂയ. അശുദ്ധിയിൽ നിന്ന് എന്നേക്കുമായി എന്നെ വീണ്ടെടുത്തു. ഒന്ന് പറഞ്ഞ്, അശുദ്ധിയിൽ നിന്ന് എന്നേക്കുമായി എന്നെ വീണ്ടെടുത്തു. ഇനി ഇങ്ങനെ വീണ്ടെടുത്തവരോട് പറയേണ്ടത് പിടിക്കരുത്, രുചിക്കരുത്, നോക്കരുത്, കാണരുത് എന്നല്ല. കാരണം ആ ജീവിതത്തിൽ നിന്ന് യേശു അവരെ വീണ്ടെടുത്തു. ഓ ഹല്ലേലൂയ. ആശയം തുറക്കുന്നത് ഞാൻ ചിന്തിക്കുന്നു. ഇല്ല, ഒന്നുകൂടെ പറയണം അല്ലേ? ഒന്നുകൂടെ പറയാം. 9:12 വായിക്കാം. സ്വന്തം രക്തത്താൽ തന്നെ യേശു തൻ്റെ സ്വന്തം രക്തത്താൽ, അവിടെ നമ്മുടെ പ്രവൃത്തിയില്ല. യേശു ആട്ടുകൊറ്റന്മാരുടെയും പശുക്കിടാക്കളുടെയും രക്തം മലിനപ്പെട്ടവരുടെ മേൽ തളിക്കുന്ന പശുവംശവും ജഡീക ശുദ്ധി വരുത്തി. പക്ഷെ ആരാധനക്കാരൻ്റെ മനസാക്ഷി ശുദ്ധിയില്ല. ജഡീക ശുദ്ധി വരുത്തി, പക്ഷെ ആരാധനക്കാരൻ്റെ മനസാക്ഷി ശുദ്ധിയില്ല. ഇങ്ങനെ ശുദ്ധിയില്ലാത്ത മനുഷ്യൻ അനുദിനം അശുദ്ധിയിൽ തുടരരുത് എന്ന് പ്രസംഗം കേൾക്കുന്നെങ്കിലും പിന്നെയും അവൻ സ്വാഭാവിക അശുദ്ധിയിൽ തുടർന്നുകൊണ്ടിരുന്നപ്പോൾ യേശുവോ ഈ സ്ഥിതിയിൽ നിന്ന് എന്നെ എന്നേക്കുമായിട്ട് വിടുവിക്കാൻ പ്ലാൻ ഇട്ടു. അതിനുവേണ്ടി എന്ത് ചെയ്യുന്നറിയാമോ? യേശുവോ ഒരു കൂടാരത്തിൽ കൈപ്പണിയല്ലാത്തതായി, എന്ന് വെച്ചാൽ ഈ സൃഷ്ടിയിൽ ഉൾപ്പെടാത്തതായി തികവുള്ള ഒരു കൂടാരത്തിൽ കൂടെ ഒരിക്കലായി കയറി എന്നേക്കുമായുള്ള വീണ്ടെടുപ്പ് എനിക്ക് വേണ്ടി സാധിപ്പിച്ചു. ഹല്ലേലൂയ. കരമടിച്ചോ, യേശുവിന് മഹത്വം കൊടുത്തു. ഹല്ലേലൂയ. എന്നേക്കുമായുള്ള വീണ്ടെടുപ്പ് സാധിച്ചു. പറഞ്ഞു, എന്നേക്കുമായുള്ള വീണ്ടെടുപ്പ് സാധിപ്പിച്ചു. ഈ സാധിപ്പിച്ച വീണ്ടെടുപ്പ് കിട്ടിയ ശേഷം
14-ാമത്തെ വാക്യം നിങ്ങൾ നോക്കിയേ. ഈ സാധിപ്പിച്ച വീണ്ടെടുപ്പിൽ നിങ്ങൾക്ക് സംഭവിച്ചത് എന്താ? ക്രിസ്തുവിന്റെ രക്തം ജീവനുള്ള ദൈവത്തെ ആരാധിപ്പാൻ നിങ്ങളുടെ മനസാക്ഷിയെ. എന്നിട്ട് ചോദിക്കുക, അയ്യോ ഈ ക്രിസ്തുവിന്റെ രക്തം അന്ന് ആട്ടുകൊറ്റന്മാരുടെയും കാളക്കിടാവിന്റെയും രക്തത്തിന് നിങ്ങളുടെ മനസാക്ഷിയിൽ നിന്ന് പാപബോധം എടുത്തു കളയാൻ പറ്റിയില്ലെങ്കിലും ജഡികശുദ്ധി വരുത്താൻ പറ്റിയില്ലേ? അങ്ങനെയാണെങ്കിൽ ഈ ക്രിസ്തുവിന്റെ രക്തത്തിന് നിങ്ങളെ ക്രിസ്തുവിന്റെ രക്തത്തിന് ഈ ജീവനുള്ള ദൈവത്തെ ആരാധിക്കാൻ തക്കവണ്ണം നിങ്ങളുടെ മനസാക്ഷിയെ നിർജീവ പ്രവർത്തികളെ മേളിൽ കണ്ടു. മനസാക്ഷി ഫ്രീ ആകുന്നില്ല, ശരീരം ഫ്രീ ആകുന്നുണ്ട്, പക്ഷെ മനസാക്ഷി ഫ്രീ ആകുന്നില്ല. പക്ഷെ ഇവിടെ ശരീരവും മനസാക്ഷിയും ഒരേപോലെ ഫ്രീ ആയി. ഓ, കരമടിച്ചു യേശുവിന് മഹത്വം കൊടുത്തേ. ഹല്ലേലൂയ. ക്രിസ്തുവിന്റെ രക്തം ജീവനുള്ള ദൈവത്തെ ആരാധിപ്പാൻ, ക്രിസ്തുവിന്റെ രക്തം ജീവനുള്ള ദൈവത്തെ ആരാധിപ്പാൻ നിങ്ങളുടെ മനസാക്ഷിയെ നിർജീവ പ്രവർത്തികളെ നോക്കിയോ. ഇവിടെ നിങ്ങളുടെ എഫോർട്ട് ഇല്ല. ക്രിസ്തുവിന്റെ രക്തം നിങ്ങളുടെ മനസാക്ഷിയെ നിർജീവ പ്രവർത്തികളെ പോക്കും എന്നല്ല, പോക്കി എത്രയധികം ശുദ്ധീകരിക്കും. ഒന്ന് വിശ്വാസത്താൽ ആ പദത്തെ ഒന്ന് സ്വീകരിച്ച്, എത്രയധികം ശുദ്ധീകരിക്കും. ഇന്ന് നിർജീവ പ്രവർത്തികളെ പോക്കി എത്രയധികം നിങ്ങളുടെ ശരീരത്തെ ശുദ്ധീകരിക്കും. ഹല്ലേലൂയ. ഈ ശുദ്ധീകരണം യേശുവിലായവർക്ക് സംഭവിച്ചു കഴിഞ്ഞു. ഒന്ന് പറഞ്ഞ്, നിർജീവ പ്രവർത്തികളെ പോക്കി ഒരു ശുദ്ധീകരണം യേശുക്രിസ്തുവിലായപ്പോൾ എനിക്ക് സംഭവിച്ചു കഴിഞ്ഞു. ഉറക്കെ പറ, നിർജീവ പ്രവർത്തികളെ പോക്കി. കാരണം യേശുവിൽ സംഭവിക്കുമെന്നാണ് എഴുതിയിരിക്കുന്നത്, അല്ലേ? ഒന്ന് വായിച്ചോ. നിർജീവ പ്രവർത്തികളെ പോക്കി ക്രിസ്തുവിന്റെ രക്തം ജീവനുള്ള ദൈവത്തെ ആരാധിപ്പാൻ നിങ്ങളുടെ മനസാക്ഷിയെ നിർജീവ പ്രവർത്തികളെ പോക്കും എന്നല്ല, പോക്കി എത്രയധികം ശുദ്ധീകരിക്കും എന്ന് പറഞ്ഞാൽ എന്റെ അർത്ഥം എന്നാ? നിർജീവ പ്രവർത്തികളെ പോക്കി ചിലപ്പോൾ ശുദ്ധീകരിക്കുമായിരിക്കും എന്നല്ല, എത്രയധികം ശുദ്ധീകരിക്കും. ആടിന്റെ രക്തത്തിന് അത് പറ്റുമെങ്കിൽ, ആടിന്റെ രക്തത്തിന് അത് ആടിന്റെ രക്തത്തിന് അത് പറ്റുമെങ്കിൽ, നിങ്ങൾ മിണ്ടിയില്ല. പശുവിന്റെ രക്തത്തിന് അത് പറ്റിയെങ്കിൽ, നിത്യാത്മാവിനാൽ തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുത്ത സമർപ്പിച്ച ദൈവ കുഞ്ഞാടായി യേശുവിൻ്റെ രക്തത്തിന് നിർജീവ പ്രവൃത്തികളെ പോക്കി നിങ്ങളെ വിടുവിക്കാൻ അധികമൊന്നല്ല, എത്രയധികം. ഓ, ആ പദം ഒന്ന് വിശ്വാസത്താൽ ഏറ്റെടുത്തേ. എത്രയധികം ഒന്ന് പറഞ്ഞ്, എത്രയധികം നിർജീവ പ്രവൃത്തികളെ പോക്കി എത്രയധികം. വായിച്ച് അവസാനിപ്പിച്ചോ. എത്രയധികം വായിച്ചോ. നിർജീവ പ്രവൃത്തികൾ. കർത്താവിനെ ജീവനുള്ള ദൈവത്തെ ആരാധിപ്പാൻ നിങ്ങളുടെ മനസാക്ഷിയെ കണ്ടോ, നിർജീവ പ്രവൃത്തികളെ പോക്കി. പറഞ്ഞ്, നിർജീവ പ്രവൃത്തികളെ പോക്കി. നിർജീവ പ്രവൃത്തികൾക്കകത്തുനിന്ന് എന്നെ വിടുവിച്ച്. ഒന്ന് പറഞ്ഞ്, നിർജീവ പ്രവൃത്തികൾക്കകത്തുനിന്ന് എന്നെ വിടുവിച്ചു. ഹല്ലേലൂയ. അപ്പൊ യേശുവിന്റെ ഏക പരമയാഗം ഒരു വ്യക്തി വിശ്വസിക്കുമ്പോൾ ആ വ്യക്തി നിർജീവ പ്രവൃത്തികൾക്കകത്തുനിന്ന് പോക്കി വിടുവിക്കപ്പെട്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇനി പോക്കി വിടുവിക്കപ്പെട്ടവനോട് നിർജീവ പ്രവൃത്തികളല്ല പറയണ്ടേ. അതാ എബ്രായ ലേഖനം 6-ാം അധ്യായത്തിൽ പറയുന്നത്. നിർജീവ പ്രവൃത്തികളിൽ നിന്നുള്ള മാനസാന്തരം, ദൈവത്തിങ്കലുള്ള വിശ്വാസം, പിന്നെ മരിച്ചവരുടെ പുനരുത്ഥാനം, സ്നാനങ്ങളെ കുറിച്ചുള്ള ഇങ്ങനെയുള്ള അടിസ്ഥാനം പിന്നെ ഇടുന്നതുകൊണ്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. അത് കഴിഞ്ഞുപോയി. അതിനകത്തുനിന്ന് നിങ്ങളെ വിടുവിച്ച് ഇവിടെ ഇപ്പൊ ഇരുത്തിയിരിക്കുക. ഇനി ഇവിടെ ഇരുത്തിയിട്ട് ആ പഴയ കാര്യമാകുന്ന നിർജീവ പ്രവൃത്തി, അയ്യോ തൊടരുത്, തൊട്ടാ കീറിക്കളയും, അയ്യോ നോക്കരുത്, നോക്കിയാ കീറിക്കളയും എന്ന് പറഞ്ഞ് വെറുതെ മനുഷ്യനെ പേടിപ്പിക്കാതെ സത്യം പറ, യേശുവിലായപ്പോൾ തന്നെ ഇതിനകത്തുനിന്ന് നിങ്ങൾ വിടുവിക്കപ്പെട്ടവരാണ്. ഹല്ലേലൂയ. എബ്രായ ലേഖനത്തിൽ ഈ വാക്യം ഒന്ന് ഉള്ളിലോട്ട് എഴുതിക്കാട്ടെ. നിങ്ങളുടെ ഉള്ളിൽ അത് വീഴട്ടെ. ആ വാക്യം, നിർജീവ പ്രവർത്തികളെ പോക്കി എത്രയധികം. ആ വാക്യം ഒന്നുകൂടെ വായിച്ചവനെ. ക്രിസ്തുവിന്റെ രക്തം ജീവനുള്ള ദൈവത്തെ ആരാധിക്കാൻ നിങ്ങളുടെ മനസാക്ഷിയെ നിർജീവ പ്രവർത്തികളെ പോക്കി എത്രയധികം ശുദ്ധീകരിക്കും. ഒന്ന് പറഞ്ഞ്, ക്രിസ്തുവിന്റെ രക്തം ഉറക്കെ പറ, ക്രിസ്തുവിന്റെ രക്തം നിർജീവ പ്രവർത്തികളെ പോക്കി ജീവനുള്ള ദൈവത്തെ ആരാധിക്കാൻ എത്രയധികം
എന്നെ ശക്തീകരിച്ചിരിക്കുക. അതുകൊണ്ട് തന്നെ ഈ ഒരിക്കലായി എന്നേക്കുമായുള്ള വീണ്ടെടുപ്പ് സാധിച്ചവരോട് ഇനി പ്രസംഗിക്കേണ്ടത് നിർജീവ പ്രവൃത്തികളുടെ അകത്തൊന്നും മാനസാന്തരപ്പെടണമെന്നല്ല. കാരണം ഒരിക്കലായി എന്നേക്കുമായുള്ള വീണ്ടെടുപ്പിനെ വിശ്വസിച്ചവർ നിർജീവ പ്രവർത്തനങ്ങളിൽ നിന്ന് അതിനകത്തുനിന്ന് പോക്കി വീണ്ടെടുപ്പ് പ്രാപിച്ചിരിക്കുക, വേറെ ഒരു ജീവിതത്തിലേക്ക് വന്നിരിക്കുക. ഇങ്ങനെ ജീവിതത്തിലേക്ക് വന്നവരോട് ഇനി ഓരോ ദിവസവും വിളിച്ചിരുത്തി നിർജീവ പ്രവർത്തനങ്ങളിൽ നിന്ന് മാനസാന്തരപ്പെടണം കേട്ടോ, നോക്കരുത്, കാണരുത്, പിടിക്കരുത്, രുചിക്കരുത്, തുടരുത്. കമോൺ, ഹല്ലേലൂയ. അതിന് ചത്ത് ഇതിന് ജീവിക്കുന്നവരായി ഇവർ, പാപത്തിന് മരിച്ച് ദൈവത്തിന് ജീവിക്കുന്നവരായി ഇവർ. ഇവരുടെ വിഷയം നിർജീവ പ്രവൃത്തികളല്ല, ഇവരുടെ വിഷയം നിർജീവ പ്രവൃത്തികളല്ല, ഇവരുടെ വിഷയം യേശുക്രിസ്തുവിൻ്റെ ജീവന്റെ പ്രവൃത്തിയാണ്. അത് നിങ്ങളിൽ ആരംഭിച്ചിരിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. നിത്യാത്മാവിനാൽ തനിക്ക് തന്നെ പൂർണ്ണമായി ഏൽപ്പിച്ചു കൊടുത്ത ദൈവത്തിന് തന്നെ തനിക്ക് തന്നെ പൂർണ്ണമായി ഏൽപ്പിച്ചു കൊടുത്ത ഈ യേശുവിന് നിർജീവ പ്രവർത്തികളിൽ നിന്ന് മാനസാന്തരം നിങ്ങളെ പൂർണ്ണമായിട്ട് വിടുവിക്കാൻ കഴിഞ്ഞതാണ്. ഓക്കെ, കഴിയുന്നതാണ്. ഒരു സംശയവും വേണ്ട. ഇന്ന് ആ കരം രണ്ടും ഉയർത്തി ഈ വചനത്തിന് മുമ്പിൽ ഒന്ന് സമർപ്പിച്ച്. ഒത്തിരി സമയം സംസാരിക്കുന്നില്ല, കാരണം ഇന്ന് ഈ വചനത്തെ നിങ്ങളൊന്ന് സ്വീകരിക്കണം. ഇനി കേൾക്കേണ്ടിയത് പിടിക്കരുത്, രുചിക്കരുത്, നോക്കരുത്, എടുക്കരുത് എന്ന ആലോചനയല്ല, അങ്ങനെയുള്ള ആലോചനയല്ല. എന്താ നിന്റെ പേര് മോളെ? ജിസ്മോൾ. കുഞ്ഞെ, നിന്റെ മേലൊരു ദൈവശക്തി അടിക്കുന്നത് ഞാൻ കണ്ടു. നീ അവിടെ നിന്നപ്പോൾ നിന്റെ ഉദരത്തിലേക്ക് കർത്താവിന്റെ ശക്തി അടിച്ചു കയറുന്നത് ഞാൻ കണ്ടു. ചില മാസങ്ങളായി നീ അതികഠിന ഉദരാസ്വസ്ഥതയാൽ ഭാരപ്പെടുകയാണ്. ആരോടിന്നത് പറയുമെന്ന് നീ ചോദിക്കുന്നു. എൻ്റെ ദൈവമേ എന്ന് നീ വിളിച്ചു. പക്ഷെ ഇന്ന് ആ നിഴൽ ഇതാ ഒഴിഞ്ഞു പോന്നു. നിങ്ങളെല്ലാവരും കണ്ടോണേ, അഴിയുന്നു അത്. ലീവ് ഈ ശരീരത്തിൽ നിന്ന് ഇറങ്ങിപ്പോ. ഇവള് യേശുവിൻ്റെ മകളാ, പുത്രിയാ ഇവള്. ആ ബാധ ഒഴിയുന്നു, പൊട്ടുന്നു അത്. കണ്ടോണേ നിങ്ങളെ, ആ സ്പിരിറ്റ് പോവാണ് ശരീരത്തിൽ നിന്ന്. സ്പിരിറ്റ് ഈസ് ലിവിങ്. അഴിയ ഈ ശരീരത്തിൽ നിന്ന് അഴിഞ്ഞു മാറ. ഇനി ഒരു സെക്കൻഡ് കൂടെ പോലും ഈ ശരീരത്തിൽ തുടരാൻ നിനക്ക് അനുവാദമില്ല. ഇറങ്ങിക്കോ. Get out. പരിപൂർണ സൗഖ്യം എന്ന് അവൾക്ക് യേശു അയച്ചിരിക്കുക. കരമടിച്ചോ യേശുവിന്റെ മഹത്വം. ഇന്ന് അവളെ പൂർണ്ണ സൗഖ്യത്തോടെ യേശു നിർത്തിയിരിക്കുക. അവളെ എഴുന്നേറ്റ് വാ. What happened? നീ എങ്ങനെയാ മറിഞ്ഞു വീണേ? ആരെങ്കിലും നിന്നെ തള്ളി കിട്ടോ? എന്താ മോൾക്ക്? എന്താ ഉദരത്തിലെ അസ്വസ്ഥത? വേദന എന്ന് പറഞ്ഞാൽ കേവലം ഒരു വേദനയല്ല, ഉള്ളിലേക്ക് എന്താ പറയണ്ടേ, ഒരു കേക്ക് പോലും ചെല്ലാൻ പറ്റില്ല അല്ലേ? ചെറിയ ഫുഡ് പോലും ഉള്ളിൽ ചെന്ന് കഴിഞ്ഞാൽ പെട്ടെന്ന് വയറങ്ങ് കമ്പിച്ചിട്ട് ഈ സ്പോട്ടിൽ സൂചി കുത്തുന്ന പോലെ വേദനയാണ്. കർത്താവിനെ കാണിച്ച കാഴ്ച, നീ ഇങ്ങനെ കട്ടിലേ കിടന്ന് റഹ പോലെ ഇങ്ങനെ കിടന്ന് വളയുന്നത് യേശുവിനെ കാണിച്ചു. ശരിയാണ്? ഞാൻ നിന്നെ കണ്ടിട്ടില്ല. നീ ആദ്യമായിട്ടാണ് നീ മീറ്റിങ്ങിന് വരുന്നത്? ആദ്യമായിട്ടാണ് മീറ്റിങ്ങിന് വരുന്നത്. ഞാൻ നിന്നെ കണ്ടിട്ടില്ല. പക്ഷേ നീ അവിടെ നിന്നപ്പോ യേശു എന്നോട് പറഞ്ഞു, കട്ടിലേൽ ഇങ്ങനെ പോലെ ചുരുളുക ഇവൾ. ഒരു ഗ്ലാസ് വെള്ളം പോലും കുടിക്കത്തില്ല. വയറ്റിലോട്ട് ചെന്ന ഉടനെ അതികഠിന പ്രയാസമാണ്. ഇന്ന് വൈകിട്ട് വീട്ടിൽ ചെന്ന് വയറ് നിറച്ചാഹാരം കഴിച്ചു. മോനക്കറിയാലടാ, യേശു അസൗഖ്യമാക്കി. കണ്ണു തുടച്ചേ, ഇങ്ങോട്ട് നോക്കിയേ, യേശു അസൗഖ്യമാക്കി. Go and enjoy your life. Thank you, Jesus. കർത്താവെല്ലാം ചെയ്തു കഴിഞ്ഞുകൊണ്ട് കരമടിച്ചോ യേശുവിന് മാത്രം.